വയനാട് ദുരന്തം പിന്നെയും ഭീതി വിധിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇതുവരെ കിട്ടുന്ന കണക്കനുസരിച്ച് 391 പേര് മരണത്തിന് കീഴടങ്ങി. അതിൽ തന്നെ തിരിച്ചറിയപ്പെടാത്ത വളരെയധികം ആൾക്കാരും. ഇന്നലെ 8 പേരുടെ ശവസംസ്കാരം ഹാരിസൺ പ്ലാന്റിൽ നടത്തിയിരുന്നു. ഇന്ന് 30 പേരുടെയോളം നടത്തുമെന്നാണ് പറയുന്നത്. വൈകിട്ട് 3 മണിയോടുകൂടി ശവസംസ്കാര ചടങ്ങുകൾ സർവ്വമത പ്രാർത്ഥനയോടെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അത് സങ്കടകരമായ കാര്യമാണ് നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കേരളം ഈ നോവ് പെട്ടെന്നൊന്നും മറക്കില്ല. ഇത് ഉടനെ ഒന്നും ഉണങ്ങാനും പോകുന്നില്ല. അനാഥരായ കുട്ടികളും വാർദ്ധക്യം ചെന്നവരും ഒരാഴ്ച കൊണ്ട് സമ്പാദിച്ചെല്ലാം നഷ്ടപ്പെട്ടവരും. ഭൂമി ഇനി എന്തിനു ജീവിക്കണമെന്ന് തോന്നലുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് അവിടെ ഉള്ള മനുഷ്യരുടെ ജീവിതത്തിലെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം പോലും അവർക്ക് ഇനിയും കാലങ്ങളെടുക്കും കിട്ടാനായിട്ട്. അതിനിടയിലാണ് ഓരോ മോശം കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഓരോ മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാൻ പോലും സാധിക്കാത്തത്ര വികൃതമായാണ് കിട്ടുന്നത്. ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ പോലും ചാലിയാറിലൂടെ ഒഴുകി വരുന്ന ചില മൃതദേഹങ്ങൾ എന്ന് തന്നെ പറയാനില്ല, ചില ശരീരഭാഗങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരീരത്തിൽ നിന്ന് വേർപെട്ട് വരുന്ന ശരീരഭാഗങ്ങൾ ആ മരണത്തിൻ്റെ ആ നിമിഷത്തിൽ പോലും എത്രത്തോളം അവർ അനുഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ ദൈവത്തിൻ്റെ ക്രൂരമായ പരീക്ഷണങ്ങളെന്ന് പറയാൻ സാധിക്കും. ഓരോ രക്ഷാപ്രവർത്തകരെയും നമ്മൾ നമിച്ചേ പറ്റുള്ളൂ. അത്രത്തോളം ഭയാനകമായ ഒരു ദുരന്ത ഭൂമിയിലാണ് അവരുടെ ഓരോ രക്ഷാദൗത്യവും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾക്കൊക്കെ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് നടന്നു കഴിഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ ആവതില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, ഈ ദുരന്തം അവയിൽ നിന്ന് ഓരോ ജീവനെയും പിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന ഓരോ രക്ഷാദൗത്യവും രക്ഷകരും അവരനുഭവിക്കുന്ന മാനസിക വ്യതകൾ, അനുഭവങ്ങൾ പാഠങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഇതൊക്കെ ജീവിതത്തിൽ മറക്കുകയില്ലാത്ത ഓരോ പാഠങ്ങളാണ്. നമ്മൾ മലയാളികളാണ്. ധാരാളം സഹായ വാഗ്ദാനങ്ങളും ഇതിനോടകം തന്നെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. വീട് വെച്ചു കൊടുക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. അതെ, ഇത് നമ്മൾ മലയാളികളാണ്. ഈ ദുരന്തവും നമ്മൾ അതിജീവിക്കും. നമ്മൾ ഇവർക്ക് വേണ്ടിയും കൈകോർക്കുകയും ഇവർക്ക് വേണ്ടി സഹായങ്ങൾ സ്വരൂപിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഇതിനിടയിലും ചില പുഴുക്കുത്തുകൾ. ഒരമ്മ തൻ്റെ മക്കളെപ്പോലെ വേറെയും മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് അവരുടെ ജീവൻ തന്നെ നൽകാം എന്ന് പറഞ്ഞപ്പോൾ അതിനടിയിൽ മോശം കമൻ്റ് ഇട്ട ധാരാളം ആൾക്കാരുണ്ട്. ഇതിൽ ഏറ്റവും മോശം കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ തുറന്ന് കാണിക്കണം. അവരെ തുറന്ന് കാണിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ ഫേക്കായിട്ട് വരുന്ന ഫോട്ടോകൾ. കഴിഞ്ഞ ദിവസം ഒരാളെ തല്ലി നാട്ടുകാർ തന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. പിന്നീട് അയാളെ ആശുപത്രിയിൽ കാണിക്കുന്ന സീൻ വരുമ്പോൾ വേറൊരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയും കൂടെ അതിലേക്ക് പിടിച്ച് ഇടുമ്പോൾ അയാൾ സമൂഹത്തിന് മുമ്പ് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അതും പറയപ്പെടേണ്ടത് തന്നെയല്ലേ. നമ്മൾ കാരണം മറ്റൊരാളുകൂടെ ശിക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുമൂലം മറ്റൊരാളുകൂടെ ശിക്ഷിക്കപ്പെടുന്നത് വളരെ മോശമായ കാര്യമാണ്. അതും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിട്ട് എല്ലാവരും കരുതണം.